ഹായ് ഫ്രണ്ട്സ്, ആക്ഷൻ മാനിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുജിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതാ നോക്കി അക്കർലിക്ക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് ഇവിടെ കാണുന്നത്. അതായത് ഡിസംബർ 21 മുതൽ ജനുവരി 21 വരെ ഇവിടെ ഉണ്ടെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ടിക്കറ്റിന് 120 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് അങ്ങനെ കയറാതിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അതിലൂടെ ഒന്ന് കയറണം. നമ്മൾക്കിവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ മിസൈലുകളുടെ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആകാശ്, ത്രിശൂൽ, പൃഥ്വി എന്നീ മിസൈലുകൾ തുടങ്ങിയ മിസൈലുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ടീം കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് പല തരത്തിലുള്ള, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും നേരത്തെ ജീവിച്ചിരുന്നതുമായ മൃഗങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാ മോഡലുകളും ഇവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ കറക്റ്റ്, അതായത് ഒറിജിനലാണ് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോ മോഡലുകളും ഇവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന മാമത്ത് അങ്ങനെയുള്ള പല മൃഗങ്ങളുടെയും മോഡലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. കൂടുതലായിട്ടും ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഓരോ മൃഗങ്ങളുടെയും ഡീറ്റെയിൽസ് അവർ താഴെ അതിൻ്റെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് എല്ലാം വായിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല, അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം നല്ല തിരക്കാണ്, ആൾക്കാരിങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നത്. ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കാണാമല്ലോ, എല്ലാം അനങ്ങുന്ന രീതിയിൽ എല്ലാത്തിനും സൗണ്ട്, അതായത് അവരുടെ സൗണ്ട് വരുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. പല തരത്തിലുള്ള മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചിരിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കാണുന്ന മൃഗങ്ങളുടെ സൗണ്ട് അല്ല ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ ചിരിക്കുന്ന സൗണ്ട് ഇട്ടിരിക്കുന്നത്. അതൊരു രസകരമായ ഒരു കാഴ്ചയാണ്. അതായത് തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയൊരു ഗൊറില്ലയുടെ മോഡൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചിരിയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കാണ്ടാമൃഗത്തിൻ്റെ മോഡലായിരുന്നു. കറക്റ്റ് അത് ഒറിജിനലാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ ചിരിക്കുന്ന ആൾ ഇതാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ രസകരമായിട്ട് തോന്നിപ്പോകുന്ന ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അക്വേറിയത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ ആകാംക്ഷയോടുകൂടി തന്നെ രസിച്ച് കണ്ടുപോകുന്ന രീതിയിലാണ് ഇവർ ഈ അക്വേറിയം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു നീല ലൈറ്റ്, അതായത് ഈ ബ്ലൂ ലൈറ്റ് ശരിക്കും ഒരു കടലിനുള്ളിൽ കൂടെ തന്നെ പോകുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ഇതിലൂടെ തരുന്നത്. നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ മണിക്കൂറുകളായിട്ട് ഈ അക്വേറിയത്തിനുള്ളിൽ തന്നെ കിടക്കുകയാണ്, ഈ വെള്ളത്തിന് ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ അയാൾ വിഷ് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡൈവറെ, അതായത് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര നേരമായിട്ട് ഒരു മനുഷ്യൻ ഒരു വെള്ളത്തിനടിയിൽ കിടക്കുന്നത് ശരിക്കും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണത്. തീർന്നിട്ടില്ല, തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ ആളുണ്ട്. ഇതാ കുറച്ച് മുമ്പേ കണ്ടതുപോലെ തന്നെ ക്രിസ്മസ് വിഷ് ചെയ്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെ രണ്ടാമത്തെ ആളും കിടപ്പുണ്ട്. ഒരു നല്ല ഒരു രസകരമായ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇത്രയും നല്ല തിരക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പഫർ ഫിഷിനെ ഇട്ടിരിക്കുന്ന ഒരു അക്വേറിയമാണ്. അതായത് ലോകത്തിലെ പോയിസണസ് ആയിട്ടുള്ള ഒരു മീനാണ് പഫർ ഫിഷ്. അതുപോലെ തന്നെ നമ്മളുടെ മുകളിൽ കൂടെ പറന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു തെരണ്ടി എന്ന് പറഞ്ഞ മീൻ, ഞങ്ങളിവിടെ തെരണ്ടി എന്നാണ് പറയുന്നത്, ഈ മീൻ പോകുന്നത്. ഈ പഫർ ഫിഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഇതിനെ ശരിയാക്കാനായിട്ട് പറ്റുന്നത്, അതായത് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊന്ന് കറക്റ്റായ രീതിയിൽ ശരിയാക്കി സെർവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ അതുപോലെ പോയിസണസ് ആയിട്ടുള്ളൊരു മീനാണ് ഈ കാണുന്ന പഫർ ഫിഷ്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഞണ്ട്, പിന്നെ നക്ഷത്ര മത്സ്യങ്ങൾ, ഇവയെല്ലാം പഫർ ഫിഷ്, ഇവയെല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാം നല്ലൊരു ഭംഗിയോട് കൂടിയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ഭംഗിയോട് കൂടി തന്നെ ഇതിനെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീർന്നിട്ടില്ല. അടുത്ത സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇലക്ട്രിക് ഈലിനെയാണ് കാണാൻ പറ്റുന്നത്. അതായത് സ്വന്തമായിട്ട് ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഈൽ മത്സ്യങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള 2-3 ടൈപ്പിലുള്ള ഈൽ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ലോബ്സ്റ്ററുകൾ, അതായത് കുറേ അധികം ലോബ്സ്റ്ററുകളെ അവർ നമുക്ക് കാഴ്ചയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ നേരിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു അത്ഭുതം ആലപ്പുഴയിൽ കൊണ്ടുവന്നത് കൊണ്ട് നമുക്കതെല്ലാം നേരിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് നമുക്ക് ഒരുപാട് കളറുകളുള്ള, നല്ല ചുവപ്പ് കളറും വെള്ള എല്ലാ കളറുകളും കൂടിയിട്ടുള്ള കുറേ മീനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മളെ നല്ല ഉയരത്തിലാണ് ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ, നമ്മൾ അത്ഭുതത്തോടുകൂടി തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ കളർഫുള്ളായ മീനുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിവിധ നിറത്തിൽ കാണാൻ പറ്റുന്ന ഈ ചെറിയ മീനുകളെയാണ്. നമ്മളിപ്പോൾ ശരിക്കും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള അക്വേറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും ഒരു വെള്ളത്തിനടിയിൽ കൂടെ, കടലിനുള്ളിൽ കൂടെ പോകുന്ന ഒരു റിയൽ ഫീല് കിട്ടുന്ന ഒരു രീതിയാണ് ഇതിനുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളുടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും ഒക്കെ ഒരുപാട് മീനുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കൗതുകകരമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെല്ലാം. നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ശരിക്കും ഒരു വെള്ളത്തിനകത്തൂടെ പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് കുറച്ച് മുമ്പേ കണ്ട ആ കളറുള്ള മത്സ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മളുടെ ചുറ്റുമുണ്ട്. എല്ലാ മീനുകളും നമ്മുടെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സക്കർ ഫിഷുകൾ എല്ലാവരും കൂടെ ചേർന്ന് കൂടെയുള്ള മറ്റ് മീനുകളെ കഴിക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ഭക്ഷണമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മീനുകളിൽ ഒന്നായ പിരാന മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ മുകളിൽ കൂടി ഒരു ക്യാറ്റ് ഫിഷ് കടന്നുപോയത്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള, വിവിധ നിറത്തിലുള്ള സക്കർ മീനുകളെ ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലിഗേറ്റർ ഫിഷിനെയാണ്. ആമസോൺ നദികളിൽ കാണുന്ന വലിയ വലിയ അരാപ്പൈമ മീനുകളെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ടണൽ ഷേപ്പിലായതുകൊണ്ട് നമ്മളുടെ ചുറ്റും മത്സ്യങ്ങളാണ്, അല്ലെങ്കിൽ മീനുകളാണ്. ഇവ നമ്മളുടെ അടുത്തുകൂടെ ഇത്ര വലിയ മീനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം പാഴാക്കാതെ ഉടനെ തന്നെ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനുള്ളിൽ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് നമുക്ക് മടുപ്പ് വരാതിരിക്കാനായിട്ട് അവർ പല ഭാഗങ്ങളിലായിട്ട് AC ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന മീൻ പിടിക്കൂ സമ്മാനം നേടൂ എന്ന് പറഞ്ഞൊരു ഗെയിം നടത്തുന്നുണ്ട്. 3 മിനിറ്റിനുള്ളിൽ കുട്ടികളെ മീൻ പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സമ്മാനം നേടിക്കൊണ്ട് പോകാവുന്നതാണ്.
ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടുന്ന കുറച്ച് ഷോപ്പുകളാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസാജിങ് ഉപകരണങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ കടയിൽ, അതായത് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നമുക്ക് ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ പറ്റുന്ന രീതിയിലെ ബൾബുകൾ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറുകളും വാഹനങ്ങളുമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പവർ വാഷ് മെഷീൻസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഫർണിച്ചറുകൾ, ബെഡുകൾ, അലമാര, അതുപോലെ സെറ്റി എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ട നല്ല നല്ല ഉപകരണങ്ങൾ കിട്ടുന്ന നല്ല നല്ല ഷോപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് തണുപ്പ് പിടിക്കാനും ചൂട് പിടിക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു ബാഗാണ്. 1.5 മണിക്കൂറോളം ഇത് ചൂട് പോകാതെ അല്ലെങ്കിൽ തണുപ്പ് പോകാതെ നിൽക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 200 രൂപ വില പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് വിവിധ തരത്തിലുള്ള പല സൈസിലുള്ള ബെഡ്ഷീറ്റുകൾ നമുക്ക് വേണ്ടി ഇവർ ഒരുക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഓഫറുകൾ ഇട്ടിട്ടാണ് ഇപ്പോൾ അവർ വിൽക്കുന്നത്. പല കളറിലുള്ള ബെഡ്ഷീറ്റുകൾ, സെറ്റി കവറുകൾ എന്നിവ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൽവയുടെ പല വെറൈറ്റീസ് നമുക്കിവിടെ കാണാം. പപ്പടം കാണിക്കണ്ട, കൽപ്പാത്തി പപ്പടമാണ്, സാധാ പപ്പടമല്ല, പച്ചക്കറി പപ്പടം. കഴിച്ചോ കഴിച്ചോ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനി ഫേമസ് സ്പെഷ്യൽ പിക്കിൾസ് ആണ്. അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാമ്പിളൊക്കെ തരുന്നുണ്ട്. എല്ലാം നല്ല രസമുള്ള ടേസ്റ്റുകൾ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് കാണുന്നത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നട്ട്സുകളുടെ ഒരു കൂട്ടം തന്നെയാണ്. അതായത് പഴയകാല മിഠായികളും നട്ട്സുകളുമാണ് അവർ ഇവിടെ ഈ ഷോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ജോക്കർ മിഠായി അല്ലെങ്കിൽ എന്താ പറയുക സിഗരറ്റ് മിഠായി, അങ്ങനെയുള്ള മിഠായികളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല തരത്തിലുള്ള, അതായത് 90s കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ കൊണ്ടുവരുന്ന പല ടൈപ്പിലെ മിഠായികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പല ടൈപ്പിലുള്ള മിഠായികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്നത് പല തരത്തിലുള്ള പല കളറിൽ ഉള്ള ചെടിച്ചട്ടികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. പല കളർഫുള്ളായിട്ടുള്ള പല ചെടിച്ചട്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുന്ന ഒരു ബ്ലോ പെൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അതായത് കുട്ടികൾക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പെന്നാണ്. മുന്നോട്ട് പോകുന്തോറും അതിവിശാലമായ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട മിക്ക ഉപകരണങ്ങളും അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളും കിട്ടുന്ന ഒരു രീതിയിലാണ് ഇവരിവിടെ ഓരോ ഷോപ്പുകളും തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളിത് കാണാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കയ്യിൽ ക്യാഷ് കരുതിക്കോണം. കാരണം 120 രൂപയ്ക്ക് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു പോകാൻ പറ്റും. അത്യാവശ്യം ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട മിക്ക പല സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കൈ കരുതുകയാണെങ്കിൽ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചോണ്ട് പോകാം.
ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ചെന്നിറങ്ങുന്നത് ഫുഡ് കോർട്ടിലോട്ടാണ്. നമുക്കിഷ്ടപ്പെട്ട ഐസ്ക്രീമുകൾ, പാനിപൂരി, പല തരത്തിലുള്ള ബജികൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അങ്ങോട്ട് നടന്നപ്പോഴാണ് തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗെയിം കണ്ടത്. അതായത് നമ്മൾ ഒരു 7 റിങ് നമുക്ക് തരും. 50 രൂപയ്ക്ക് 7 റിങ് ഉണ്ടാവും, 7 ചാൻസ്. അത് നമ്മൾ ആ വെച്ചിരിക്കുന്ന ഐറ്റംസിൽ വീഴുവാണെങ്കിൽ ആ ഐറ്റം നമുക്ക് എടുക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഒരെണ്ണം പോലും വീണില്ല. അത് വീണോ? ശരിക്കും ഇതൊരു വല്ലാത്തൊരു ഗെയിമാണ്. കാരണം നമുക്ക് ഒന്നുകൂടെ കളിക്കാൻ വേണ്ടി ഒരു പ്രേരണ തോന്നുന്ന ഒരു ഗെയിമാണ്. 50 രൂപയല്ലേ ഉള്ളൂ വിചാരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷേ അത് വീഴാതിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും വാശി കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും കളിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഒരുപാട് വീട്ടിലേക്ക് വേണ്ട ഒരുപാട് ചെടികൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. തിരക്ക് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കാരണം ജനുവരി 21 വരെയാണ് ഇത് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു മണിക്കൂറോളം നമ്മൾ അതിനകത്തുണ്ടായിരുന്നു. ഈ അക്വേറിയം മാത്രമായിട്ട് അങ്ങനെ വിചാരിച്ചാണ് കയറിയത്. അക്വേറിയം മാത്രമേ കാണുള്ളൂ വിചാരിച്ച് കയറിയത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സജ്ജീകരണം അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മേടിക്കാം. വീട്ടുപകരണങ്ങൾ, അതായത് ഫർണിച്ചറുണ്ട്, ബെഡ്ഷീറ്റുകൾ, ഡ്രസ്സുകൾ, പിന്നെ ഈ ഗേൾസിന് വേണ്ട കമ്മൽ, മാല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാഗുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 120 രൂപയ്ക്ക് വേണ്ടിയിട്ട് പറ്റിയ ഒരു കുഴപ്പമില്ല. 120 രൂപയ്ക്ക് നമുക്ക് ലാഭമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വേണമെങ്കിൽ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. പിന്നെ ഇടയ്ക്ക് നല്ല ചൂടുണ്ട്. ഞങ്ങളെന്തായാലും വന്നതൊരു ഉച്ച സമയത്താണ്. അതായത് 2 മണി 2:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഒരു 120 രൂപ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല. 120 രൂപയ്ക്ക് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം അധികം ചിലവില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് തരത്തിലുള്ള പല ടൈപ്പിലുള്ള മീനുകൾ ഇതിനകത്തുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ, നിങ്ങളെല്ലാവരും സമയമുള്ളെങ്കിൽ നിങ്ങൾ ഇത് വന്ന് കാണുക. ജനുവരി 21 വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ. അതിനുശേഷം ഞങ്ങൾ ബീച്ചിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അതേസമയം തന്നെ ഞങ്ങളുടെ അനിയനും അനിയത്തിയും കുഞ്ഞുവാവയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെയും മീറ്റ് ചെയ്തു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇത്. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. എവിടാ ഇങ്ങോട്ട് നോക്ക്, വീഡിയോ എടുക്കട്ടെ. ബോബു ഉണ്ടോ? എവിടെയാ? ബോബു അവിടെ നിന്നോട്ടെ. ഓക്കെ, നോക്കടാ. ഇങ്ങോട്ട് നോക്ക്. ഇവിടെ അവനെന്തി ആളാള് ഇവിടെ നോക്ക്.